എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ നീലക്കടലാസിലെ കനവുകൾ എന്ന ഈ പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 2. പഴയ റെക്കോർഡ് പ്ലെയറും പാട്ടുകളുടെ ലോകവും. ആകാശിന്റെ ജീവിതത്തിലെ ആ പകൽ വിരിഞ്ഞത് ഒരു പ്രത്യേക ഈണത്തോടെയായിരുന്നു. തലേ ദിവസം ക്ഷേത്രമുറ്റത്ത് കണ്ട ആ പെൺകുട്ടിയുടെ കണ്ണുകൾ അവന്റെ ഉറക്കത്തിലും ഒരു നിഴൽ പോലെ പിന്തുടർന്നു. പുലർച്ചെ ജനൽപ്പാളികൾക്കിടയിലൂടെ അരിച്ചെത്തിയ തണുത്ത കാറ്റിന് ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമായിരുന്നു. ആ ഗന്ധം ഇപ്പോൾ അവനിൽ ഒരു പുതിയ അർത്ഥം നിറയ്ക്കുന്നു. ആകാശേ, നീ എഴുന്നേറ്റോ? ദാ ഈ ചായ കുടിക്ക്. ലക്ഷ്മി അമ്മയുടെ ശബ്ദം കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്നുണർന്നത്. ചായക്കോപ്പയുമായി ഉമ്മറത്തെത്തിയപ്പോൾ മുത്തച്ഛൻ തന്റെ പഴയ അലമാര തുറന്ന് എന്തോ തിരയുകയായിരുന്നു. പൊടി പിടിച്ച പുസ്തകങ്ങൾക്കും പഴയ ഫയലുകൾക്കുമിടയിൽ അദ്ദേഹം സൂക്ഷിച്ചു വെച്ച നിധി ഒരു പഴയ ഗ്രാമഫോൺ റെക്കോർഡ് പ്ലെയർ. ഇത് കുറെ കാലമായി മിണ്ടാതിരിക്കുകയാണ്. നിനക്ക് സംഗീതം ഇഷ്ടമാണല്ലോ, ഇതൊന്ന് നോക്ക്. ഇതിൽ നിന്റെ അച്ചമ്മ കേട്ടിരുന്ന പഴയ പാട്ടുകളുണ്ട്. മുത്തച്ഛൻ അത് തുടച്ചുകൊണ്ട് പറഞ്ഞു. ആകാശ് കൗതുകത്തോടെ ആ യന്ത്രത്തിനരികിലേക്ക് നീങ്ങി. ഡിജിറ്റൽ യുഗത്തിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന തനിക്ക് സൂചി കൊണ്ട് പാട്ടുപാടുന്ന ഈ പഴയ പെട്ടി ഒരു അത്ഭുതമായിരുന്നു. അവൻ മെല്ലെ ആ കറുത്ത ഡിസ്ക് അതിൽ വെച്ചു. സൂചി അമർന്നപ്പോൾ ഒരു ചെറിയ കരകരപ്പോടെ പാട്ട് ഒഴുകി വന്നു. പൈതലേ നീയുറങ്ങേണം, കണിമലർപ്പൂവിരിയേണം, നിലാവു പെയ്യും മടിത്തട്ടിൽ കനവു കണ്ടു നീയുറങ്ങേണം. ആ പഴയ ശബ്ദം തറവാടിന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ സംഗീതം കേട്ടപ്പോൾ തറവാടിന് പഴയൊരു പ്രതാപം തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. ആകാശ് ആ സംഗീതത്തിൽ ലയിച്ചിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു സൈക്കിൾ ബെല്ലടി കേട്ടത്. അയൽപ്പക്കത്തെ വീട്ടിലെ പയ്യൻ കണ്ണനായിരുന്നു അത്. അവൻ മീരയുടെ അനിയനാണ്. മുത്തച്ഛ, അമ്മ കൊടുത്തുവിട്ടതാണ്. അവൻ ഒരു പൊതി മുത്തച്ഛന് കൈമാറി. ആരാ ഇത് കൊടുത്തുവിട്ടത്? മുത്തച്ഛൻ ചോദിച്ചു. മീര ചേച്ചിയാണ്. ഇതിൽ പഴയ ചില പാട്ടുകളുടെ വരികൾ എഴുതിയ പുസ്തകമുണ്ടെന്ന് പറഞ്ഞു. ആകാശേട്ടന് സംഗീതം ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ ചേച്ചി കൊടുത്തുവിട്ടതാ, കണ്ണൻ പറഞ്ഞു. ആകാശിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അവൾ തന്റെ പേരറിഞ്ഞിരിക്കുന്നു. അവൾക്ക് തന്നെക്കുറിച്ചറിയാം. അവൻ ആവേശത്തോടെ ആ പൊതി തുറന്നു. പഴയൊരു ഡയറിയായിരുന്നു അത്. അതിന്റെ താളുകൾ മഞ്ഞ നിറത്തിലായിട്ടുണ്ടെങ്കിലും അതിലെഴുതിയിരുന്ന കൈപ്പടയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഓരോ പാട്ടിനും താഴെ അതിന്റെ രാഗവും അർത്ഥവും ലളിതമായി വിവരിച്ചിരിക്കുന്നു. അവസാനത്തെ പേജിൽ ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. സംഗീതം ആത്മാവിന്റെ ഭാഷയാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ പാട്ടുകൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടേക്കാം. താഴെ മീര എന്ന് ഒപ്പിട്ടിരിക്കുന്നു. അന്നത്തെ ഉച്ചതിരിഞ്ഞ നേരം ആകാശ് ആ ഡയറിയിലെ വരികൾ വായിക്കുന്ന തിരക്കിലായിരുന്നു. ആ വരികൾക്കിടയിൽ അവൾ തന്റെ മനസ്സ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അവൻ തെരഞ്ഞു. പെട്ടെന്ന് അവന് ഒരു ആഗ്രഹം തോന്നി. അവൾക്കൊരു മറുപടി നൽകണം. പക്ഷെ എങ്ങനെ? ഫോണില്ലാത്ത, ഇന്റർനെറ്റ് ഇല്ലാത്ത ആ കാലത്ത് കത്തുകൾ മാത്രമായിരുന്നു ആശ്രയം. അവൻ തന്റെ ബാഗിൽ നിന്ന് ഒരു നീലക്കടലാസ് എടുത്തു. ഒരുപാട് തവണ തിരുത്തി എഴുതിയ ശേഷം അവൻ ഇങ്ങനെ കുറിച്ചു. പ്രിയപ്പെട്ട മീരയ്ക്ക്, നിങ്ങൾ തന്ന ആ പാട്ടുകളുടെ പുസ്തകം എന്റെ ഈ അവധിക്കാലത്തെ ഏറ്റവും വലിയ സമ്മാനമാണ്. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇന്നലെ ക്ഷേത്രമുറ്റത്ത് കണ്ട ആ കണ്ണുകൾ ഞാൻ ഓർക്കുന്നു. സംഗീതത്തെക്കാൾ മനോഹരമായ മറ്റൊന്ന് ആ നോട്ടത്തിലുണ്ടായിരുന്നു. നന്ദി ഈ സൗഹൃദത്തിന്. വൈകുന്നേരം വായനശാലയിലേക്ക് പോകുന്ന വഴിയിൽ അവൻ കണ്ണനെ കണ്ടു. ആ നീലക്കടലാസ് മടക്കി അവൻ കണ്ണന്റെ കയ്യിൽ കൊടുത്തു. ഇത് നിന്റെ ചേച്ചിക്ക് കൊടുക്കണം, മറക്കരുത്. കണ്ണൻ അത് ചിരിച്ചുകൊണ്ട് വാങ്ങി പോക്കറ്റിലിട്ടു. ആകാശ് വായനശാലയിലേക്ക് നടന്നു. അന്ന് വായനശാലയിലെ പുസ്തകങ്ങൾക്കൊന്നും അവന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ചിന്തകൾ മുഴുവൻ ആ നീലക്കടലാസിലായിരുന്നു. അത് മീരയുടെ കയ്യിലെത്തുമ്പോൾ അവൾ എന്ത് വിചാരിക്കും? അവൾ ദേഷ്യപ്പെടുമോ അതോ പുഞ്ചിരിക്കുമോ? രാത്രിയിൽ തറവാടിന്റെ മുകളിലത്തെ ജനാലയ്ക്കലിരുന്ന് അവൻ പുറത്തേക്ക് നോക്കി. ദൂരെ മീരയുടെ വീട്ടിലെ ജനാലയ്ക്കൽ ഒരു ചെറിയ വെളിച്ചം. ആ വെളിച്ചത്തിന് താഴെ ഇരുന്ന് അവൾ തന്റെ കത്ത് വായിക്കുന്നുണ്ടാകുമെന്ന് അവൻ സ്വപ്നം കണ്ടു. കാറ്റിൽ വീണ്ടും ആ പഴയ പുല്ലാങ്കുഴൽ നാദം ഉയർന്നു. ഇത്തവണ ആ സംഗീതത്തിന് ഒരു സന്തോഷമുണ്ടായിരുന്നു. ആകാശ് തന്റെ ഗിറ്റാർ എടുത്ത് മെല്ലെ മീട്ടി. റെക്കോർഡ് പ്ലെയറിൽ നിന്നുള്ള പാട്ടും അവന്റെ ഗിറ്റാറിലെ ഈണവും ആ ഗ്രാമത്തിലെ രാത്രിയെ പ്രണയഭരിതമാക്കി. ഇടവകപ്പള്ളിയിലെ പഴയ മണിമുഴക്കം ദൂരെ പാടശേഖരങ്ങൾ കടന്ന് ശ്രീനിലയം തറവാടിന്റെ ഉമ്മറത്ത് വന്ന് തട്ടി. സമയം ഉച്ച കഴിഞ്ഞ് 3 മണി കഴിഞ്ഞിരിക്കുന്നു. ആകാശ് തന്റെ മുറിയിലെ ജനാലയ്ക്കലിരുന്ന് ദൂരെ ആകാശത്തേക്ക് നോക്കി. രാവിലെ വെട്ടിത്തിളങ്ങി നിന്ന ആകാശം ഇപ്പോൾ പെട്ടെന്ന് ഭാവം മാറ്റിയിരിക്കുന്നു. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഇറങ്ങിവരുന്ന കരിനീല കാർമേഘങ്ങൾ ഗ്രാമത്തെ പൊതിയാൻ തുടങ്ങിയിരിക്കുന്നു.
2000ങ്ങളിലെ കർക്കടക മഴയ്ക്ക് ഒരു പ്രത്യേക ഗന്ധവും ശബ്ദവും ഉണ്ടായിരുന്നു. അത് വെറുമൊരു മഴയല്ല, മറിച്ച് ഭൂമിയുടെ ദാഹം തീർക്കുന്ന വലിയൊരു സംഗീതോത്സവമാണ്. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകളിൽ മഴ വെറുമൊരു ശല്യമായിരുന്നെങ്കിൽ ഇവിടെ അതൊരു വികാരമായിരുന്നു. തറവാടിന്റെ ഉമ്മറത്ത് മുത്തച്ഛൻ തന്റെ പഴയ ഫിലിപ്സ് റേഡിയോയുടെ ട്യൂണർ സാവധാനം തിരിക്കുകയായിരുന്നു. തരംഗങ്ങൾക്കിടയിലെ കരകരപ്പിന് ശേഷം ആകാശവാണിയിലെ വാർത്തകൾ വ്യക്തമായി കേട്ടു തുടങ്ങി. ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. ആകാശേ, നീ വായനശാലയിൽ പോകുന്നുണ്ടെങ്കിൽ ആ വലിയ കറുത്ത കുട കൂടി എടുത്തോ. ഈ ലക്ഷണം കണ്ടിട്ട് പെയ്താൽ തോരാൻ പ്രയാസമായിരിക്കും. മുത്തച്ഛൻ മുന്നറിയിപ്പ് നൽകി. ചാരുകസേരയിൽ കിടന്ന് അദ്ദേഹം ഒരു കഷണം വെറ്റില മുറിച്ചു. ആകാശ് തന്റെ നീല ഷർട്ടും മുണ്ടും ധരിച്ച് മുത്തച്ഛൻ നീട്ടിയ ആ വലിയ സ്റ്റീൽ കമ്പിയുള്ള കറുത്ത കുടയും കയ്യിലേന്തി പുറത്തിറങ്ങി. അവന്റെ മനസ്സ് അല്പം അസ്വസ്ഥമായിരുന്നു. തലേ ദിവസം അയൽപ്പക്കത്തെ കണ്ണന്റെ കയ്യിൽ കൊടുത്തുവിട്ട ആ നീലക്കടലാസിലെ കത്തിന് മീര എന്ത് മറുപടി നൽകിക്കാണും? അവൾ അത് വായിച്ചോ? അതോ ആ നീലക്കടലാസ് അവളുടെ അച്ഛന്റെയോ അമ്മയുടെയോ കയ്യിൽ അകപ്പെടുമോ? 2000കളിൽ ഒരു ഗ്രാമത്തിലെ പ്രണയം എന്നത് കനലിലെ നൂല് പോലെയാണ്. ഏത് നിമിഷവും പൊട്ടിപ്പോകാം, അല്ലെങ്കിൽ ആളിപ്പടരാം. അന്ന് വാട്സാപ്പോ ഫേസ്ബുക്കോ ഇല്ല. ഒരു കത്ത് പിടിക്കപ്പെട്ടാൽ അതൊരു കുടുംബത്തിന്റെ മുഴുവൻ അന്തസ്സിനെ ബാധിക്കുന്ന കാലം. ഇടവഴിയിൽ എത്തിയപ്പോഴേക്കും ആദ്യത്തെ വലിയ മഴത്തുള്ളികൾ മണ്ണിൽ പതിച്ചു. ചൂട് പിടിച്ചുകിടന്ന മണ്ണിൽ മഴ വീഴുമ്പോൾ ഉയരുന്ന ആ തനതായ ഗന്ധം, മൺഗന്ധം, അവന്റെ നാസാരന്ധ്രങ്ങളെ ഉത്തേജിപ്പിച്ചു. പതുക്കെ പതുക്കെ മഴ കനത്തു. തെങ്ങോലകളിൽ തട്ടി മഴത്തുള്ളികൾ ചിതറുന്ന ശബ്ദം ഒരു ചെണ്ടമേളം പോലെ തോന്നിപ്പിച്ചു. വഴിയരികിലെ ചെറിയ ഓടകളിൽ വെള്ളം കലങ്ങി ഒഴുകാൻ തുടങ്ങി. ആകാശ് കുട നിവർത്തി പതുക്കെ നടന്നു. ചെളി തെറിക്കാതിരിക്കാൻ മുണ്ട് അല്പം മടക്കിക്കുത്തിയാണ് അവൻ നടക്കുന്നത്. പെട്ടെന്ന് വഴിയരികിലെ ഒരു വലിയ മാവിൻ ചുവട്ടിൽ ഒരാൾ നിൽക്കുന്നത് അവൻ കണ്ടു. അത് മീരയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ചെറിയ ലേഡീസ് കുട കാറ്റിൽ ഒടിഞ്ഞുപോയത് കാരണം അവൾ മഴ നനയാതിരിക്കാൻ മാവിൻ ചുവട്ടിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അവളുടെ ഇളം പച്ച നിറത്തിലുള്ള ചുരിദാറിന്റെ അറ്റം മഴവെള്ളത്തിൽ നനഞ്ഞിരിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ നനയാതിരിക്കാൻ അവൾ അവ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ നനഞ്ഞ മുടിയിഴകൾ മുഖത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്നു. മഴത്തുള്ളികൾ അവളുടെ മൂക്കുത്തിയിൽ തട്ടി വെട്ടിത്തിളങ്ങുന്നു. ആകാശിന്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി, പിന്നെ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൻ പതുക്കെ അവൾക്കരികിലേക്ക് നടന്നു. മീര, അവൻ വിളിച്ചു. അവൾ ഞെട്ടി മുഖമുയർത്തി നോക്കി. അവളുടെ മുഖത്ത് മഴത്തുള്ളികൾ മുത്തുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. പേടിയും പരിഭ്രമവും നിറഞ്ഞ ആ കണ്ണുകളിൽ ഒരു ചെറിയ ആശ്വാസം അവൻ കണ്ടു. ഇത് കുട കാറ്റിൽ ഒടിഞ്ഞുപോയി. പെട്ടെന്നായിരുന്നു കാറ്റ് വന്നത്, അവൾ പതർച്ചയോടെ പറഞ്ഞു. ശബ്ദത്തിൽ ഒരു ചെറിയ വിറയലുണ്ടായിരുന്നു. തണുപ്പുകൊണ്ടോ അതോ അവനെ കണ്ട പരിഭ്രമം കൊണ്ടോ എന്ന് അവന് മനസ്സിലായില്ല. സാരമില്ല, ഈ കുടയ്ക്ക് നല്ല വലിപ്പമുണ്ട്. മുത്തച്ഛന്റെ പഴയ കുടയാണ്. നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാലോ, ആകാശ് വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ആ കറുത്ത വലിയ കുടക്കീഴിൽ അവർ രണ്ടുപേരും നടന്നു തുടങ്ങി. പുറത്ത് മഴ ആർത്തലച്ച് പെയ്യുന്നു. കുടയ്ക്ക് മുകളിൽ വീഴുന്ന ഓരോ തുള്ളിയും വലിയൊരു താളം സൃഷ്ടിച്ചു. കുടയ്ക്കുള്ളിൽ ഒരു രഹസ്യ ലോകം രൂപപ്പെട്ടതുപോലെ. അവർക്കിടയിൽ വെറും ഇഞ്ചുകളുടെ ദൂരം മാത്രം. അവളുടെ തോളുകൾ തന്റെ തോളിൽ തട്ടാതിരിക്കാൻ ആകാശ് അങ്ങേയറ്റം ശ്രദ്ധിച്ചു. എങ്കിലും അവളുടെ ശ്വാസതാളം അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. കാറ്റിൽ അവളുടെ മുടിയിലെ കാച്ചിയ എണ്ണയുടെയും നനഞ്ഞ മണ്ണിന്റെയും മണം അവനെ ഒരു മായിക ലോകത്തെത്തിച്ചു. കത്ത് കിട്ടിയോ? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആകാശ് ധൈര്യം സംഭരിച്ച് ചോദിച്ചു. മീരയുടെ മുഖം പതുക്കെ ചുവന്നു. അവൾ തല താഴ്ത്തിയാണ് നടന്നിരുന്നത്. കിട്ടി, കണ്ണൻ തന്നു. ദേഷ്യം തോന്നിയോ ആ കത്തിലെ വരികൾ കണ്ടപ്പോൾ? അവൾ ഒരു നിമിഷം നിന്നു. എന്നിട്ട് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ 1000 കവിതകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ദേഷ്യമല്ല, പക്ഷെ പേടി തോന്നി. ആ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. പക്ഷേ ഇങ്ങനെയൊന്നും എഴുതരുത്. ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാകും. അച്ഛൻ അറിഞ്ഞാൽ എന്താ? ഉള്ളിലുള്ളത് എഴുതുന്നതിൽ എന്താ തെറ്റ് മീരെ? ആകാശ് ആവേശത്തോടെ ചോദിച്ചു. ഇത് ഗ്രാമമാണ് ആകാശേ. ഇവിടെ ചുവരുകൾക്ക് പോലും ചെവികളുണ്ട്, കാറ്റിന് പോലും വായുണ്ട്. നഗരത്തിലെ പോലെ ഇവിടെ ആർക്കും ആരെയും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. അവർ മീരയുടെ വീടിന്റെ പടിപ്പുരയ്ക്ക് അരികിലെത്തി. മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആകാശം ഇപ്പോഴും കറുത്തു തന്നെ. അവൾ കുടയ്ക്കുള്ളിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങി. നന്ദി, അവൾ പതുക്കെ പറഞ്ഞു. പോകാൻ തുടങ്ങുമ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് തന്റെ കയ്യിലിരുന്ന ഒരു പുസ്തകം അവന് നേരെ നീട്ടി. ഇത് വായിച്ചു നോക്കൂ. ഇതിൽ ഞാൻ അടയാളപ്പെടുത്തിയ ചില വരികളുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചില കാര്യങ്ങൾ, ഞാൻ പറയാതെ തന്നെ. പുസ്തകം വാങ്ങി ആകാശ് നോക്കി. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. അവൾ പടിപ്പുര കടന്നു ഉള്ളിലേക്ക് ഓട്ടി. ആകാശ് അവിടെ തന്നെ നിന്നു. മഴ വീണ്ടും കനത്തു പെയ്യുന്നു. പക്ഷേ അവന് തണുപ്പ് തോന്നിയില്ല. അവന്റെ ഉള്ളിൽ ഒരു അഗ്നി വിരിഞ്ഞിരുന്നു.
വീട്ടിലെത്തി ആകാശ് വേഗം തന്റെ മുറിയിലേക്ക് പോയി. അവൻ ആ പുസ്തകം തുറന്നു. അതിന്റെ താളുകൾക്കിടയിൽ മനോഹരമായി ഉണക്കിവെച്ച ഒരു ഇലഞ്ഞിപ്പൂവും ചെറിയ കുറിപ്പുമുണ്ടായിരുന്നു. മഴ നനയാതിരിക്കാൻ അവൾ അത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറില് പൊതിഞ്ഞാണ് വെച്ചിരുന്നത്. അവൾ എത്രമാത്രം ജാഗ്രതയോടെയാണ് ഇത് ചെയ്തതെന്ന് ആലോചിച്ചപ്പോൾ അവന് അത്ഭുതം തോന്നി. കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മഴ പെയ്യുമ്പോൾ മണ്ണ് സംസാരിക്കാറുണ്ട്. അത് കേൾക്കാൻ കാതുകളല്ല, ഹൃദയമാണ് വേണ്ടത്. നിങ്ങൾ കൊടുത്തയച്ച നീലക്കടലാസ് ഞാൻ എന്റെ ഡയറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രണയം ഒരു കടൽ പോലെയാണ്. പുറമെ ശാന്തമാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ വലിയ തിരമാലകൾ ഉണ്ടാകും. നമുക്ക് സൂക്ഷിക്കണം. നാളെ വായനശാലയിൽ വരുന്നുണ്ടോ? ആകാശ് ആ വരികൾ വീണ്ടും വീണ്ടും വായിച്ചു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മഴത്തുള്ളികൾ ഗ്ലാസിൽ തട്ടി ഒഴുകി വരുന്നു. ആ ഓരോ തുള്ളിയിലും മീരയുടെ മുഖം തെളിഞ്ഞു വരുന്നത് അവൻ കണ്ടു. അന്ന് രാത്രി ആകാശ് തന്റെ ഗിറ്റാർ എടുത്തില്ല. പകരം അവൻ ആ പുസ്തകത്തിലെ വരികളിലൂടെ യാത്ര ചെയ്തു. മീര അടയാളപ്പെടുത്തിയ വരികൾ ഓരോന്നും അവനോടുള്ള അവളുടെ നിശബ്ദമായ സംഭാഷണങ്ങളായിരുന്നു. 2000-കളിലെ ആ മഴക്കാലം അവരുടെ പ്രണയത്തിന് പുതിയൊരു താളം നൽകിയിരിക്കുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.